സാർ, ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ ഭീകര പ്രവർത്തനങ്ങൾ വ്യാപിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു വലിയ റെയ്ഡ് NIAയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. സംഭവം മുമ്പ് നടന്നതാണെങ്കിലും ഇപ്പോൾ കൂടുതൽ വസ്തുതകൾ NIAയുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കാസർഗോഡും മലപ്പുറവും ഒക്കെ അടക്കമുള്ള മേഖലകളിലാണ് ഇത്തരത്തിൽ റെയ്ഡ് നടക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. എന്താണ് സംഭവം? എന്താണ്? അതായത് ഒരു ഈ ക്വാറികളിൽ 2 മാസം മുമ്പ് ക്വാറികളിലേക്ക് എന്ന് പറഞ്ഞു കൊണ്ടുവന്ന വൻതോതിലുള്ള സ്ഫോടക വസ്തുക്കൾ 448 പെട്ടികളിലായിട്ട് 89,000 ജെലാറ്റിൻ സ്റ്റിക്കുകളും 10,500 ഡിറ്റനേറ്ററുകളും പിടികൂടിയിട്ടുണ്ടായി. ഇത് മാത്രമല്ല, ഉള്ളി ലോറിയുടെ അടിയിൽ ഒളിപ്പിച്ച നിലയിൽ ഈ പറയുന്ന സ്ഫോടക വസ്തുക്കൾ പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ വലിയ സംശയമുണ്ട്. 2 വ്യക്തികളുടെ വീടുകളൊക്കെ കേന്ദ്രീകരിച്ചാണ്. ഒന്ന് ഫാരിസ്, മറ്റൊന്ന് മുഹമ്മദ് സലീം. ഇങ്ങനെയുള്ള ആൾക്കാരുടെ വീടുകളും അവരുടെ ഓഫീസുകളും ബന്ധുവീടുകളും ഒക്കെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളം ഒരു ആക്റ്റീവ് ഹബ് ഓഫ്, പണ്ട് നഴ്സറി ആയിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്, ഭീകരവാദത്തിൻ്റെ നഴ്സറി, ഇപ്പോൾ ഒരു ആക്റ്റീവ് ഹബ് ഓഫ് ടെററിസമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഇതുവരെ ഇത് ഇങ്ങനെ വരുന്നത് ഏതൊക്കെ ജില്ലകളിലാണ്? കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം തുടങ്ങിയ ജില്ലകളിലാണ്. ഈ ജില്ലകൾ ഒരു തരം ഈ ഭീകരവാദത്തോട് മൃദു സമീപനം പുലർത്തുന്ന ഒരു ജില്ലകളായിട്ടാണ് ഇതിനെ പൊതുവെ ആളുകൾ കണ്ടിട്ടുള്ളത്. അതത്ര തെറ്റായ ഒരു കാര്യമായിട്ട് തോന്നുന്നുമില്ല. ഇപ്പോൾ ഈ പറഞ്ഞ അത്രയാണ് വലിയ രീതിയിലുള്ള ജെലാറ്റിൻ സ്റ്റിക്കുകളും ഡിറ്റനേറ്റേഴ്സും ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഇത്രയൊക്കെ എന്തിനു വേണ്ടി വന്നു എന്നൊരു ചോദ്യമില്ലേ? ക്വാറിയിലേക്കൊന്നും ഇത്രയും വേണ്ടല്ലോ. അപ്പോൾ ഈ ക്വാറികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന പ്രവർത്തനങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ ഇവിടെ എത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ട. അങ്ങനെ വരുന്ന സ്ഫോടക വസ്തുക്കൾ എവിടെ പോകുന്നു, അത് എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. സ്ഫോടക വസ്തുക്കൾ സാധാരണ ഇതിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആരും ഉപയോഗിക്കാറില്ല. അപ്പോൾ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ സ്ഫോടക വസ്തുവിൻ്റെ ഉപഭോക്താക്കളുണ്ട്, ഇതാവശ്യമുള്ളവരുണ്ട്. അവരാരൊക്കെയാണ്? അവർ ഈ സ്ഫോടക വസ്തു വാങ്ങിയിട്ട് എന്താണ് ചെയ്യുന്നത്? ആ സ്ഫോടക വസ്തു അവർ വാങ്ങി എന്ത് ചെയ്യുന്നു എന്നറിയുന്നതിനുള്ള എന്തെങ്കിലും ശ്രമം കേരള സംസ്ഥാന സർക്കാർ ചെയ്യുന്നുണ്ടോ? ഇതൊന്നും സംസ്ഥാന സർക്കാർ അറിയുന്നില്ല. കാരണം ഈ ക്വാറികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വെടിക്കോപ്പുകൾ വരുന്നത്, വെടിക്കോപ്പെന്നല്ലേ ഇതിനെ പറയാൻ പറ്റുള്ളൂ, ആ വെടിക്കോപ്പുകൾ വരുന്നത് സംസ്ഥാന സർക്കാർ അറിയാതെ പോകുന്നു എന്നതാണ് ഏറ്റവും അപകടം പിടിച്ചൊരു കാര്യം. അപ്പോൾ അത് ഈ കാസർഗോഡും കോഴിക്കോടും മലപ്പുറത്തുമായിട്ട് കേന്ദ്രീകരിക്കുകയാണ്. കണ്ണൂരിൻ്റെ ചില ഭാഗങ്ങളും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ കേന്ദ്രീകരിക്കുകയാണ്. അത് കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന സാധനങ്ങൾ അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു രീതിയും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഉൾപ്പെടുന്നവർക്കുള്ള രാഷ്ട്രീയ ബന്ധം നമ്മൾ സസൂക്ഷ്മം നോക്കേണ്ടതാണ്. അവർക്കൊരു രാഷ്ട്രീയ ബന്ധമുണ്ട് ഇതിനകത്ത്. രാഷ്ട്രീയത്തിൻ്റെ സംരക്ഷണവും അവർക്ക് കിട്ടുന്നുണ്ട്. ആരാണ് അവർക്ക് പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഒരു ഫെയർ ഫേസ് ആയിരിക്കും എപ്പോഴും. പൊതുസമൂഹത്തിൽ സ്വീകാര്യതയുള്ള, പൊതുസമൂഹത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ തീർച്ചയായിട്ടും ഉള്ള സംരക്ഷണം ഇവർക്ക് ലഭിക്കുന്നുണ്ടാകും. അതില്ലാതെ ഈ എപ്പോഴും എന്താ പറയുന്നത്, എ ഫെയർ ഫേസ് ഈസ് ഗുഡ് ടു ഹൈഡ് ഫൗൾ ഫീലിങ്സ് എന്ന് പറയുന്ന രീതിയിൽ എപ്പോഴും സുമുഖനായൊരു വില്ലൻ വന്നു കഴിഞ്ഞാൽ ഒരു ഗുണമുള്ളത് വില്ലനാണെന്ന് തോന്നില്ല സിനിമയിലൊക്കെ. ഇപ്പോൾ ദേവൻ എന്ന് പറഞ്ഞ നടൻ ഒരു വില്ലനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ദേവനെ നമ്മൾ ആരും വില്ലനായിട്ട് കാണില്ല. കാരണം ആ സൗകുമാര്യം നോക്കുമ്പോൾ ഒരു നായകൻ്റെ എല്ലാ നിഷ്കളങ്ക ഭാവത്തോടും കൂടിയാണ് നിൽക്കുന്നത്. പക്ഷേ അദ്ദേഹം വില്ലനായിട്ട് വരുന്ന രീതിയിൽ ഈ രീതിയിലുള്ള ഒരു കക്ഷി അല്ലെങ്കിൽ കക്ഷികൾ ഈ രാഷ്ട്രീയക്കാർക്കിടയിലുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അവരുടെ സുരക്ഷ ഇവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ചോദ്യം വരും, അവരിങ്ങനെ ഇവർക്ക് സുരക്ഷ കൊടുക്കുന്നത് എന്തിന്? അവരുടെ ലാഭം എന്ത്? അതൊക്കെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് പിന്നിലായിരിക്കും അതെങ്ങനെ നടക്കുന്നത്. അപ്പോൾ ആ സാമ്പത്തിക ഇടപാടും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനകത്ത് സാമ്പത്തിക ഇടപാടുണ്ട്, രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്,
മാത്രവുമല്ല എന്ത് റിസ്ക്കും എടുക്കാൻ തയ്യാറായിട്ടുള്ളവരുണ്ട്. അതുകൊണ്ടാണല്ലോ അവർ പ്രതിയായാലും പ്രശ്നമില്ല എന്ന് പറയണത്. അതെ. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് റിസ്ക്കും എടുക്കാൻ തയ്യാറായിട്ടുള്ളവരുണ്ട്. ഇവരിത് വന്നിട്ട് ഇവരെന്തിനു വേണ്ടി ഇത് കൊണ്ടുവരുന്നു? തീർച്ചയായിട്ടും ഇവർ രാജ്യദ്രോഹികളാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയത്തിന് അവകാശമില്ല. ഏത് പാർട്ടിക്കാരനും ഇവർ രാജ്യദ്രോഹികളാണെന്ന് സമ്മതിക്കാതെ നിർവാഹവുമില്ല. പരസ്യമായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് പോലും അത് സമ്മതിച്ചെന്നിരിക്കും. ഇവർ രാജ്യദ്രോഹികളാണെന്ന് പറയും. പക്ഷേ ഈ രാജ്യദ്രോഹികളുമായിട്ട് മുസ്ലിം ലീഗിലെ നേതാക്കൾക്ക് ബന്ധമുണ്ടോ? അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം UDF വരികയും മുസ്ലിം ലീഗ് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു കമ്പോണൻ്റായി UDFൽ മാറുകയും ചെയ്യുമ്പോഴാണ് ഇവർ സജീവമായിട്ട് രംഗത്തേക്ക് വരുന്നത്. UDF മുസ്ലിം ലീഗിൻ്റെ ശക്തി വർദ്ധിച്ചു വരുന്ന സന്ദർഭത്തിലാണ് ഇവരൊക്കെ വരുന്നത്. അതെ. തീവ്രവാദ സംഘങ്ങൾ മുഴുവനും വളർന്നു വരുന്നത് ലീഗ് ശക്തമായിട്ട് നിൽക്കുമ്പോഴാണ്. ലീഗിനെ ഒരുപക്ഷെ പ്രതിരോധത്തിലാക്കുന്നുണ്ടാകാം, അത് വേറെ പ്രശ്നമാണ്. ലീഗിനെ പ്രതിരോധത്തിലാക്കിയിട്ടായിരിക്കാം ഇവരിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും നമുക്ക് നിശ്ചയമില്ലാത്ത, അല്ലെങ്കിൽ അത് വേറൊരു കാര്യമാണ്. അത് പ്രതിരോധത്തിലാണോ അനുരോധത്തിലാണോ എന്നുള്ള കാര്യം അവരാണ് പറയേണ്ടത്. പക്ഷെ എന്തായാലും ശരിയാണ്, ലീഗിന് ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ ലീഗ് വളരെ പ്രബല ശക്തിയായിട്ട് കേരള രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിലാണ് മദനി വരുന്നത്. അപ്പം ലീഗ് ശക്തമായി കഴിഞ്ഞാൽ ഇവിടെ ഇവർ വരില്ല എന്ന് പറയുന്നത് ശരിയല്ല. ലീഗ് ശക്തമായിട്ട് നിൽക്കുമ്പോഴാണ് ഇവരൊക്കെ വരുന്നത്. ഇപ്പോഴും ലീഗ് വളരെ ശക്തമായിട്ട് വരുമ്പോഴേക്കും ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ NIA ഇതിനകത്ത് ഇടപെട്ട് അന്വേഷണം നടത്തണം എന്നുണ്ടെങ്കിൽ വളരെ ദീർഘകാലമായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ഒരു സ്റ്റെപ്പ് നമുക്ക് അന്വേഷിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് പോലീസിൽ നിന്ന് ഇതിന് സഹായം കിട്ടുന്നുണ്ടോ? പിന്നെ ഈ എക്സ്പ്ലോസീവ്സൊക്കെ കൈകാര്യം ചെയ്യുന്ന വകുപ്പുണ്ടല്ലോ, ആ വകുപ്പിൽ നിന്ന് ഇവർക്ക് സഹായം കിട്ടുന്നുണ്ടോ? ആരെല്ലാമാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഇവരുടെ സഹായത്തിനായി ഇറങ്ങിത്തിരിക്കുന്നത്? ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. ആരൊക്കെയോ ഇതിൻ്റെ പിന്നിലുണ്ട്. വലിയ ശക്തികൾ ഇതിൻ്റെ പിന്നിലുണ്ട്. വലിയ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് റിസ്ക് എടുത്ത ആളുകൾ നിൽക്കുന്നത്. ലാഭത്തിൻ്റെ ഏറ്റവും നല്ല നിർവചനം റിസ്ക് ആണെന്നാണ്. റിസ്ക് ഈസ് ദ പ്രോഫിറ്റ് ഓഫ് എനി ബിസിനസ്. ഹയർ ദ റിസ്ക്, ഹയർ ദ പ്രോഫിറ്റ്. അപ്പോൾ ഇതിനകത്ത് ഹയർ റിസ്ക് എടുത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ അത്ര ഹയറായ പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ പണമൊക്കെ എവിടെ നിന്ന് വരുന്നു? ഇതിൻ്റെയൊക്കെ ചോദ്യങ്ങൾ വരും. ഈ പണം വരുന്ന സോഴ്സുകൾ അന്വേഷിക്കേണ്ടി വരും. പലപ്പോഴും ഈ പണം എത്തിച്ചു കൊടുക്കുന്നത് മാന്യന്മാരായിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ അത് മാറിപ്പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ വിചിത്രമായൊരു ബന്ധം ഈ കാര്യത്തിലുണ്ട്. അപ്പോൾ പോലീസിൻ്റെ സംരക്ഷണമുണ്ട്, സഹായമുണ്ട്. പോലീസുകാർക്ക് ഇതറിയാം, രാഷ്ട്രീയക്കാർക്ക് ഇതറിയാം. വിശേഷിച്ചും മറ്റേ ഇത് നോർത്ത് മലബാറിലെ രാഷ്ട്രീയക്കാർക്ക് ഇത് നന്നായിട്ടറിയാം. അവരുടെ ഇടപാടുകളുണ്ട്. പിന്നെ ഇത് കൂടാതെ എന്ന് പറഞ്ഞാൽ ബിസിനസ് ഗ്രൂപ്പുകളുണ്ട്. വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് ഫ്രീക്വൻ്റായിട്ട് വരുന്നവർ ഈ പണം വിദേശത്ത് നിന്ന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് പിന്നെ ഈ ബിസിനസ് ഗ്രൂപ്പുകളുടെ ഇൻവോൾവ്മെൻറ്റ് വരുന്നത് കൊണ്ടാണ് ഈ ട്രേഡ് ആൻഡ് കൊമേഴ്സിൻ്റെ ചാനലിലൂടെയാണ് ഇത് വരുന്നത്. കാരണം ഉള്ളിയിലും മറ്റേ ഉരുളക്കിഴങ്ങിൻ്റെ ഇടയ്ക്ക് ജലാറ്റിൻ സ്റ്റിക്ക് വെച്ച് വരെയാണ്. അപ്പോൾ ഉള്ളിയും ഉരുളക്കിഴങ്ങും ഇങ്ങോട്ട് അയക്കുന്നവർ ഈ ജലാറ്റിൻ സ്റ്റിക്ക് കൂടി അയക്കുകയാണ്. അവരുടെ ബന്ധങ്ങൾ ഇതെല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സംഘം എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള, ഇന്ത്യയെ നശിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വിദേശ ശക്തികളുടെ ഏജൻ്റാണ് അവർ. അതെ സർ, ഈ പറയുന്ന ഭീകരവാദികളുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിന് വലിയ അടുപ്പമുണ്ടായിരുന്നു. അത് കാശ്മീരിലൊക്കെ കൊല്ലപ്പെട്ട യുവാക്കൾ കേരളത്തിൽ നിന്നുള്ളവർ സിറിയയിൽ പോയിട്ടുണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോഴും ഒരു പെൺകുട്ടിയുണ്ട്, ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേർ വിദേശത്ത് പല രാജ്യങ്ങളിലെ പല സംസ്ഥാനങ്ങളിലെ സ്ഫോടനം നടക്കുമ്പോൾ മലയാളി ബന്ധം, ഇപ്പോൾ ഈ പറയുന്ന ഡൽഹി സ്ഫോടനമായിട്ട് ബന്ധപ്പെട്ട് പോലും മലയാളികളുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പക്ഷേ കേരളത്തിൽ ഇതുവരെ പൊട്ടിയിട്ടില്ല. കാരണം കേരളത്തിൽ പൊട്ടിക്കാത്തത് ഒരു ഒളിച്ചു കഴിയാനുള്ള ഒരു ഹൈഡ് ഔട്ടായിട്ട് കണ്ടിട്ടാണ്. പക്ഷേ ഇനി ഇപ്പോൾ കേരളത്തിലും പൊട്ടിക്കുമോ എന്നുള്ളതാണ്. അല്ല, കേരളത്തിലും പൊട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കേരളത്തിലും പൊട്ടാം. കാരണം കേരളം ഇതിൻ്റെ ഒരു നഴ്സറി ആയിട്ട് മാറി. അതെ, ഇതിൻ്റെ ഒരു നഴ്സറി ആയിരുന്നു.
അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, ഇത് ഇതിങ്ങനെ വളർന്നു വരുന്ന, ഇവരെ വളർത്തിയെടുക്കുന്ന ഒരു ബഡിങ് സ്പേസ് ആയിരുന്നു. ബഡിങ് സ്പേസും അത് മാത്രമല്ല അതിനെ നർച്ചർ ചെയ്ത് കൊണ്ടുവരികയായിരുന്നു. അതിനുള്ളൊരു അന്തരീക്ഷം കേരളത്തിലുണ്ട്. വിശേഷിച്ചും ഈ സെക്കുലർ പൊളിറ്റിക്സിൻ്റെ പേരിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹിന്ദു വിരുദ്ധമായ നീക്കങ്ങളാണ് സെക്കുലറിസം എന്ന് പറയുന്നത്. സെക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരും സെക്കുലറായിട്ടല്ല, ഇവർ സെക്കുലറുമല്ല. പക്ഷേ ഹിന്ദു വിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്നവരൊക്കെ സെക്കുലറാണെന്നാണ് വിശ്വാസം. അതാണ് സെക്കുലറിസത്തിൻ്റെ ഇവർ കൊടുക്കുന്ന നിർവചനം. അമ്പലത്തെ തെറി പറയുന്നവൻ സെക്കുലറാണ്, മോസ്കിന് അവിടെ പോവുകയും വേണം, അവൻ സെക്കുലറാണ്. മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടി മതത്തിൻ്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് സെക്കുലറാണ്. ആ സമയത്ത് വേറെ പാർട്ടികൾ, ഇത് ആരെങ്കിലും ഒരാൾ BJPക്ക് വോട്ട് ചെയ്യണമെങ്കിൽ അവൻ സെക്കുലറല്ല, അവൻ കമ്മ്യൂണലാണ്. അപ്പോൾ ഈ കമ്മ്യൂണലും സെക്കുലറും എന്ന് പറയുന്ന തരംതിരിവ് ഇവിടെ വന്നിരിക്കുന്നത് ഹിന്ദു വിരുദ്ധമായിട്ടുള്ള, ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിനെയാണ് ഇവർ സെക്കുലർ എന്ന് പറയുന്നത്. ആ സെക്കുലർ ഒരു കൾച്ചർ ഇവരുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുണ്ട്, ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൽ എഴുത്തുകാരുണ്ട്. അങ്ങനെയുള്ള സെക്കുലർ എഴുത്തുകാരിൽ 14 പേരാ മറ്റോ വന്ന് ആ രാജീവിന് വേണ്ടി ഇവിടെ ജോലി ചെയ്തു. പക്ഷേ രാജീവ് 8 നിലക്ക് തോക്കാനുള്ള കാരണങ്ങളിലൊന്ന് ഈ ബുദ്ധിജീവികൾ വന്ന് ചെയ്താണ്. ഇവരെല്ലാം സെക്കുലറിസ്റ്റുകളാണ്, ഇവരൊക്കെ സെക്കുലറിസ്റ്റുകളാണ്. അപ്പോൾ ഈ സെക്കുലർ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യ വിരുദ്ധവും ഹിന്ദു വിരുദ്ധവുമായ ഒരവസ്ഥയാണ്. അതിനെതിരെ ഉള്ള ഒരു ശക്തമായ ചെറുത്തുനിൽപ്പ് ഉണ്ടാകുക തന്നെ വേണം. അത് ജനങ്ങൾക്കിടയിൽ നിന്ന് കൂടി ഉണ്ടാകണം. പിന്നെ അത് മാത്രമല്ല, പോലീസിൻ്റെ ജാഗ്രത വേണം ഈ കാര്യത്തിൽ. പോലീസിൻ്റെ ജാഗ്രത പക്ഷേ വേണ്ടത്ര ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ എന്താണ് നമ്മുടെ ഹോം മിനിസ്റ്റർ പറഞ്ഞത്, ഞങ്ങളെ അറിയിച്ചില്ല എന്നാണ്. കേരള പോലീസിനെ അറിയിച്ചിട്ട് പിണറായി വിജയൻ്റെ മകളുടെ വീട്ടിൽ റെയ്ഡ് നടക്കാൻ പോകുന്നു എന്നുള്ള കാര്യം കേരള പോലീസിനെ അറിയിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അതിനൊക്കെ നല്ല റെയ്ഡ് നടത്താതിരിക്കും. അല്ല, അതിന് റെയ്ഡില്ല, പിന്നെ റെയ്ഡിൻ്റെ ആവശ്യമില്ല. കാരണം കേരള പോലീസ് അപ്പം തന്നെ എന്ന് പറയില്ലേ. 10 കൊല്ലം ഹോം മിനിസ്റ്ററി ഭരിച്ച ഒരാളുടെ വീട്ടിലേക്ക് ഇപ്പോൾ ദേ റെയ്ഡ് വരുന്നുണ്ട് എന്നുള്ള കാര്യം കേരള പോലീസിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ആ കേരള പോലീസ് അറിയുന്നവൻ തന്നെ പോയിട്ട് പിണറായിയുടെ അടുത്ത് എന്ന് പറയില്ലേ, സാറേ കരുതിയിരുന്നത് റെയ്ഡ് വരുന്നുണ്ട്, ഞങ്ങൾ ഇന്ന സമയത്ത് എത്തുമെന്ന് പറയില്ലേ. അപ്പോൾ അത് നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്തൊരു വിഡ്ഢിത്തം പോലെ പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ലല്ലോ. ഞങ്ങൾ അറിയിക്കില്ല. റെയ്ഡെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ആരെ അറിയിക്കാതെ പോകുന്നതാണ് റെയ്ഡ്. അല്ലാണ്ട് എല്ലാവരോടും മൈക്ക് വെച്ച് ഇത് അനൗൺസ് ചെയ്തിട്ട് പോകുന്നതല്ല. മൈക്ക് വെച്ചിട്ട് ഞങ്ങൾ റെയ്ഡിന് വരുന്നേന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റില്ലല്ലോ. റെയ്ഡ് അങ്ങനെ രഹസ്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ പോലീസിൻ്റെ രീതിയിലൊക്കെ ഉള്ള സ്വാധീനം ഇതിൽ ഉണ്ട് എന്നുള്ളത് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. ഇത്രയും ജലാസ്റ്റിക് കേരളത്തിലേക്ക് വരുന്നു, ഇത്രയേറെ വെടിക്കോപ്പുകൾ കേരളത്തിലേക്ക് എത്തുന്നു, കേരളത്തിൽ ഇത് വരുന്നു. മാത്രവുമല്ല, ഏത് ഇസ്ലാമിക തീവ്രവാദി സംഘം ലോകത്തുണ്ടോ അതിനെല്ലാം കേരളത്തിൽ സ്പേസ് ഉണ്ട്. കേരളത്തിൽ അത് ഇപ്പോൾ സിദ്ദിഖ് കാപ്പൻ പത്രപ്രവർത്തകൻ്റെ വേഷത്തിലായിരുന്നു നിന്നിരുന്നത്. വേറെ ചിലർ കോളേജ് പ്രൊഫസറുടെ വേഷത്തിലാണ് നിൽക്കുന്നത്, വേറെ ചിലർ റൈറ്റേഴ്സിൻ്റെ ഇതിലാണ് നിൽക്കുന്നത്, വേറെ ചിലർ സിനിമാക്കാരുടെ രീതിയിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ വ്യാപകമായ രീതിയിലുള്ളൊരു ബന്ധം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് വളരെ കരുതിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സുരക്ഷിതമായി കേരളത്തിൽ ജീവിക്കാൻ കഴിയുമോ എന്നുള്ളൊരു സംശയം വരുന്നതാണ് ഈ പ്രശ്നം. കാരണം ഇത്രയേറെ ജലാറ്റിൻ സ്റ്റിക്കുകളൊക്കെ വരികയും NIA വന്ന് അന്വേഷണം നടത്തുകയും ചെയ്തിട്ട് കേരള പോലീസിന് ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല എന്നുണ്ടെങ്കിൽ, ഒരു വിവരമില്ല എന്നുണ്ടെങ്കിൽ, ഈ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ വിഭാഗം ഉണ്ടല്ലോ കേരള പോലീസിന്. എല്ലാ ദിവസവും ഇൻ്റലിജൻസിൻ്റെ DGP AGP ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ 2 പേരെ എല്ലാ ദിവസവും ബ്രീഫ് ചെയ്യും രാവിലെ. ഒന്ന് മുഖ്യമന്ത്രിയെയും പിന്നൊന്ന് ഹോം മിനിസ്റ്ററെയും. ഇയാൾ രാവിലെ പോയിട്ട് ഇയാളുടെ പണി ഇതാണ്,
ഇന്നലെ ഇന്നതൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇന്ന് ഇന്നതൊക്കെ സംഭവിക്കാൻ ഇടയുണ്ട് എന്ന് പറയും. ഓരോ നിമിഷവും ബ്രീഫ് ചെയ്യും. ഇപ്പോൾ പിണറായി വിജയൻ്റെ വീടിൻ്റെ മുമ്പിൽ ആളുകൾ തടിച്ചു കൂടുന്നുണ്ട് സാർ, അത് അക്രമാസക്തമാകാനുള്ള സാധ്യത ഉണ്ട് സാർ, ഞങ്ങൾ എന്ത് നടപടി എടുക്കണം സാർ എന്ന് ചോദിച്ചുകൊണ്ട് ഇൻ്റലിജൻസുകാർ ഇവർക്ക് വിവരം കൊടുത്തിട്ടുണ്ട്. ആ വിവരം അവർ ഹോം മിനിസ്റ്ററെ അറിയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഇൻ്റലിജൻസ് DGPയെ വിളിച്ചിട്ട് അയാൾ ഈ പണിക്ക് പറ്റുന്ന ആളല്ല എന്ന് പറയുന്നത് വേണ്ടത്. ഒരു പക്ഷേ പിണറായി വിജയൻ വെച്ചവരായിരുന്നതുകൊണ്ട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകണമെന്നില്ല. അപ്പോൾ അവർക്കൊക്കെതിരെ നടപടികൾ എടുക്കേണ്ടി വരും. അപ്പോൾ ഈ രീതിയിൽ ഇൻ്റലിജൻസ് ലാപ്സ് വലിയ രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഭയമുണ്ടാക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ NIA റെയ്ഡ് വരുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭീതിയാണ് ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഇത്രയേറെ വെടിക്കോപ്പുകൾ കേരളത്തിൽ വരുന്നത്, എവിടെ നിന്ന് വരുന്നു, എന്തിനു വരുന്നു, എങ്ങനെ വരുന്നു, എന്ത് ചെയ്യുന്നു, ആരിതിൻ്റെ ഏജൻറ്റ്, ഇതൊക്കെ നമുക്ക് അറിയാൻ വയ്യാതെ പോകുന്നു എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഇവിടെ ജീവിക്കുന്ന ഓരോ നിമിഷവും ഭീതിയുണ്ട്. നമുക്ക് ഭീതി വരുത്തുന്നൊരു കാര്യവുമാണ്.